ബദർ മൗലിദാണോ, ബദർ ബൈത്താണോ, മജ്ലിസുൻ നൂറാണോ, മഹ്ദറത്തുൽ ബദരിയാണോ? തേടുന്നതാരോട്? ബദരീങ്ങളോട്. യാ മൻ ബിഹി ഹല്ലറദാ വഹമൻ ബിഹമ്മിൻ നകീദാ കുല്ലാദിയും മുസ്തൻജിദായ അഖില ബദർ ശുഹദാ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ? വിളിച്ചോ ബദർ ശുഹദാക്കളെ. ഇന്ന് ബദരീങ്ങളോട് തേടുന്നവരുണ്ടെങ്കിൽ ആരാ ബദരീങ്ങളെന്ന് മറന്നുപോയോ? എന്താണ് ബദറിന്റെ ആദർശമെന്ന് മറന്നുപോയോ? ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഇന്ന് പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കല് ഗാസയുടെ ഫലസ്തീനിന്റെ മണ്ണില് കെട്ടിടാവശിഷ്ടങ്ങൾക്ക് താഴെ പാതി മരിച്ചുപോയ ശരീരമായി ആ ഫലസ്തീനി പാലം പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അനസ്തേഷ്യക്ക് മരുന്നില്ലാതെ അവയവങ്ങളെ മുറിച്ചു മാറ്റുമ്പോ, പച്ചയായ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനിന്റെ യൗവനം പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മരണത്തോ മല്ലടിക്കുന്ന 7 വയസ്സുകാരനോട് 9 വയസ്സുകാരൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഉമ്മാന്റെ ജനാദക്കരികിലെ 3 പൊന്നുമക്കൾ നിൽക്കുമ്പോ ഇളയ മോൻ 5 പോലും പ്രായമില്ല. പ്രിയമുള്ളവര്, ആകാശത്തേക്ക് വിരൽ ചൂണ്ടി മക്കളോട് പറയുന്നു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. വാപ്പാന്റെ കയ്യിലുള്ള പിഞ്ചുമോഹന്റെ തലയോട്ടി പാതിയ നാപ്പാം ബോംബുകളെ കൊണ്ട് തകർപ്പപ്പെട്ടതാണെങ്കിൽ തലയോട്ടി കയ്യിൽ പിടിച്ച് വാപ്പ പറഞ്ഞ വാക്ക് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. എവിടെയാണ് ആദർശമെന്നറിയോ? ബദറിന്റെ ഊശ്വര മരുഭൂമിയിൽ നിന്ന് കേട്ടതാ. 1000-ഓളം വരുന്ന 3 ഇരട്ടി വരുന്ന ശത്രുസേനയോട്, ആയുധ സജ്ജരോട്, ഒന്നുമില്ലാത്ത പട്ടിണിക്കോലങ്ങൾ പോരാടുമ്പോ അവര് പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ബദരീങ്ങളെ പഠിക്കാൻ എന്റെ പ്രിയമുള്ളവര് ആ യുദ്ധത്തിന്റെ തലേ രാത്രിയില്ലയോ? ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയോ അല്ലാഹു ഉറക്കിക്കിടത്തുമ്പോ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിരന്തരമായ തേട്ടം അല്ലാഹുവോട് കക്ഷത്തിന്റെ വെള്ള കാണുമാർ ഇരുകരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തേടിയത് അല്ലാഹുമ്മയും തുഹ്ലിക ഹാദിഹിൽ ഇസാബാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാരെ വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ എന്ന പേടിയല്ല. ലം തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീഴുമ്പോ കാണാൻ താങ്ങാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാരിപ്പണെന്ന് പറഞ്ഞു മതി റസൂല്. അല്ലാഹു കൈവിടില്ല നബിയേ, അല്ലാഹു കൈവിടൂല നബിയേ.